എന്താ നിങ്ങൾ ഇങ്ങോട്ട് ഈ വാതിൽ തുറക്കാൻ ഓടുന്നത്? ആരാ ബെല്ലടിച്ചേ? ആരാ ബെല്ലടിച്ച് നിങ്ങൾക്ക് അറിയോ? ഇല്ല. എന്നാ വാ, ഞാൻ കാണിച്ചു തരാം. റമദാൻ മാസം ഓരോന്ന് ഇറങ്ങിക്കോളൂ. എന്തോ ഒരു അവകാശം പോല. എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മച്ചാ. ഉമ്മ ഇവിടെ ആരും ഇല്ലാന്നാ തോന്നുന്നേ. എന്നാ വാ മോളെ, നമുക്ക് പോകാം. പോയി പോയി പോയി. പാവം ഉണ്ടാവും മോളെ, എന്തെങ്കിലും കൊടുത്തുവിടുന്നു. ഉമ്മ എനിക്ക് തീരെ നടക്കാനാവുന്നില്ല. ഞാൻ മോളോട് പറഞ്ഞതല്ലേ ഇന്ന് നോമ്പ് എടുക്കണ്ടാന്ന്. ഉമ്മച്ചല്ലേ പറഞ്ഞ ഇസ്ലാമിന്റെ 5 തൂണിലൊന്നാണ് നോമ്പെന്ന്. നോമ്പ് തുറക്കാൻ നേരത്തെ എന്തെന്നാ എന്റെ മോക്ക് ഞാൻ തരിക? ഒന്നും വാങ്ങാൻ ഈ ഉമ്മാന്റെ അടുത്ത് പൈസ ഇല്ലാലോ മോളെ. ഉമ്മച്ചെന്താ ഇപ്പൊ ഹോട്ടലിൽ പണിക്ക് പോകാത്തെ? നോമ്പായത് കൊണ്ട് ഹോട്ടലിൽ പണിയില്ലാലോ മോളെ. വാപ്പച്ചുള്ളപ്പോ എന്ത് സുഖായിനോടെ ഉമ്മ. മോള് നടക്കുമ്പോ ആ മുക്കിലെ കടയിൽ നിന്ന് സാധനം വാങ്ങാലോ. അതിന് ഉമ്മച്ചിന്റെ കയ്യിൽ പൈസ ഇല്ലാലോ. അവിടെ എന്താ വേണ്ടേ? കുറച്ച് സാധനങ്ങൾ വേണ്ടീനു. പൈസ നോമ്പ് കഴിഞ്ഞിട്ടേ തരൂ. പറയുന്നേ കൊണ്ടൊന്നും വിചാരിക്കരുത്. നിങ്ങളെ കെട്ടിയോ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് ബാധ്യത ഉണ്ടാക്കിയിട്ടാണ് ഇവിടുന്ന് പോയത്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് തീർത്തിട്ട് തുടങ്ങാം നമുക്ക് പുതിയത്. മോക്ക് നോമ്പായനു, സാധനങ്ങളൊന്നും ഇല്ല വീട്ടില്, അതുകൊണ്ടാ. മോക്കും ഉമ്മാക്കും നോമ്പാന്ന് പറഞ്ഞാലൊന്നും മാർക്കറ്റിൽ നിന്ന് എനിക്ക് സാധനങ്ങൾ കിട്ടൂല. അതുകൊണ്ട് നിങ്ങൾ സമയം കളയാണ്ട് പോവാൻ നോക്ക്. നമ്മൾ എന്ത് ചെയ്യും?